3ds Max സെറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ക്യാമറകൾ നമുക്ക് D5ലേക്ക് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഓൾറെഡി D5ൽ സെറ്റ് ചെയ്തതാണ്. അതുകൂടാതെ ഇവിടെ ഒരു VRI ക്യാമറ വന്നിട്ടുണ്ട്, കൊറോണ ക്യാമറയും വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഈ ക്യാമറകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. സോ ഇതൊന്ന് അപ്ഡേറ്റ് സീൻ കൊടുത്തു, ദെൻ സേവ് കൊടുത്തു. ഇനി നമുക്ക് അറിയാനുള്ളൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ജിയോ സ്കൈ കസ്റ്റം HDR എന്നിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. സോ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഈ ജിയോ സ്കൈ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു മീൻസ് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനല്ല, റൊട്ടേറ്റ് ചെയ്ത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഫീച്ചർ ഇവിടെ അവൈലബിൾ ആണ്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സൺറൈസ് അകത്ത് കയറുന്നത് സെറ്റാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? കസ്റ്റം എന്നുള്ളത് കസ്റ്റം ഡേ ടൈം. ഇതിപ്പം നൈറ്റ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളത് എനേബിൾ ചെയ്താൽ കസ്റ്റം ഡേ ടൈമിലേക്ക് വന്നു. ഇതെന്ന് വെച്ചാൽ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിനുള്ള ഒരു ഇൻറ്റൻസിറ്റി വാല്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാനിപ്പം 1 സെറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ സൺറൈസിൻ്റെ എന്താ പറയുക, മീൻസ് അത് സൂര്യപ്രകാശം വന്ന് വീഴുന്ന സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈ ഒരു 2 ഓപ്ഷനും കൂടി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്താൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് വർക്കാവത്തുള്ളൂ. ഇതൊക്കെ എക്സ്റ്റീരിയർ കേസിലാണ് കുറച്ചുകൂടെ ഒന്ന് എഫിഷ്യൻ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെന്നുള്ളത് HDRI ഓപ്ഷനാണ്. HDRI എന്ന് വെച്ചാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇതിൽ തന്നെ കുറച്ചു പ്രീസെറ്റുകൾ അവൈലബിൾ ആണ്. ക്ലിയർ, സണ്ണി, ക്ലൗഡി ടു, ഏർലി മോർണിംഗ്, മിഡ് ഡേ ടു, മീൻസ് നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ആകേണ്ട ടൈം ചിലപ്പോൾ വേണ്ടി വരും. ഇത് മീൻസ് ഇതിപ്പോൾ ഒരു ക്ലൗഡി എൻവയോൺമെൻ്റ് ആണ് ഇവിടെ നമുക്ക് റെഡി ആയിട്ടുള്ളത്. പക്ഷേ സണ്ണിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ച് നമ്മുടെ സീനകത്തേക്ക് ലൈറ്റും കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഓരോ സെക്ഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ലൈറ്റിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, കൂട്ടവും കുറക്കുന്നതനുസരിച്ച് സ്ക്രീനിലേക്ക് വരുന്നൊരു ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് വരുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ഒരു സൂര്യൻ്റെ പൊസിഷൻ ചേഞ്ച് ആവും. അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സീനിന് പുറത്തേക്ക് വന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ, ആ ബേക്കിലൊരു ക്ലൗഡ് എൻവയോൺമെൻറ്റ് റൊട്ടേറ്റ് ആവുന്നതും ഈ ഒരു സീനിൻ്റെ ഈ ഒരു നിഴല് റൊട്ടേറ്റ് ആവുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് കുറച്ചുകൂടി എളുപ്പം നമുക്ക് ജിയോ സ്കൈയിൽ വന്നാലായിരിക്കും. കണ്ടോ, ഇതാണ് ഈ റൊട്ടേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് വെച്ചാൽ. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മോർന്നില്ലൊരു ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ മന്ത് ടൈപ്പ് ചെയ്ത്, ഇതിപ്പം ജൂൺ മാസം 21-ാം തീയതിയാണ്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഡിസംബർ മാസം 1-ാം തീയതി സണ്ണിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. മീൻസ് അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ സെറ്റ് ചെയ്യുന്നതൊക്കെ സ്ക്രീനിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് നല്ലൊരു ലൈറ്റിങ് വേണമെന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു HDRI സീനാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് കൊള്ളാൻ തോന്നി. പുറത്തു നിന്ന് അകത്തേക്ക് കുറച്ച് ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എൻവയോൺമെൻറ്റിൽ വന്ന് ഇതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. റൊട്ടേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ വാല്യൂ ആണ്. കെൽവിൻ വാല്യൂ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതിൻ്റെ കുറച്ച് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം തന്നെയാണ്. ഇതിപ്പം ഡിഫോൾട്ടായിട്ട് 6500 നമ്മൾ ഇതാക്കുമ്പോൾ ഒരു യെല്ലോ ടോണ് സ്ക്രീനിലേക്ക് കയറി വരും, അത് ബ്ലൂ ടോണിലേക്ക് കയറി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ആ ഒരു സ്ക്രീനിൻ്റെ ഒരു സണ്ണിൻ്റെ ഒരു കളറ് ഷെയ്ഡ് നമുക്കത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാനത് ഡിഫോൾട്ടായിട്ട് തന്നെ 6500 തന്നെ വെക്കുകയാണ്. പിന്നെയുള്ളത് സണ്ണിൽ ഓപ്ഷൻ ആണ്. അത് എനേബിൾ ചെയ്താൽ സണ്ണ് സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഫോളോ HDRI ഡയറക്ഷൻ ഉണ്ടോ, ഫോളോ HDRI അല്ലെ കസ്റ്റം. HDRIയുടെ സെക്ഷൻ എന്ന് വെച്ചാൽ വെയിറ്റ് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ കണ്ടോ HDRI സെക്ഷനിൽ
ഈ ഒരു എയറോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ കസ്റ്റമൈസ് HDR എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള HDR ഐസ് യൂസ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഞാനിപ്പം വെബ്സൈറ്റും ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുന്നതേ ഉള്ളൂ. സോ അത് റൊട്ടേറ്റ് ചെയ്യുക. സെയിം സംഭവം തന്നെയാണ്, അതിൽ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതിൽ ഇപ്പം ഡിഫോൾട്ടായിട്ട് വരുന്നത് ജസ്റ്റ് അഡീഷണലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ കസ്റ്റമൈസ് HDR എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് നമുക്ക് തിരിച്ച് ഡിഫോൾട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റം എന്നുള്ളൊരു അവിടെ ക്ലിക്ക് ചെയ്ത് ഡിഫോൾട്ടിലേക്ക് കൊണ്ടുപോകാം. ഞാനിപ്പം നിലവിൽ ഡിഫോൾട്ടായിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ D5-ൽ ഇത് ഓരോ തവണ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കും. അത് മാത്രമാണ് എനിക്ക് ഇതിൻ്റെ അകത്തൊരു സംതിങ് പോലെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിഫോൾട്ടായിട്ട് കിട്ടത്തില്ല. അപ്പം HDR ആയി വന്നു. ഇത് നമുക്ക് ലൈറ്റ് ഒരു 610 സെറ്റ് ചെയ്യാം. മീൻസ് ഇതൊക്കെ നമ്മുടെ ഒരു നമുക്ക് എങ്ങനെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു അങ്ങനെ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. മീൻസ് ഇങ്ങനെ ചെയ്യാവുന്ന എവിടെയും രീതിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്യാം. പിന്നെ വരുന്നത് ഫോഗാണ്. സോ അതൊക്കെ നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ കോഴ്സിൽ പഠിക്കാം. ഇൻറ്റീരിയർ അത് പ്രോപ്പറായിട്ട് വർക്കാവത്തില്ല അത്. പിന്നെ വിൻഡ് കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നമുക്ക് എക്സ്റ്റീരിയർ കേസിലാണ് വരുന്നത്. ഇൻറ്റീരിയറിൽ ഇനി പ്രോപ്പറായിട്ട് വരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കാനുള്ളത്. അതിന് മുമ്പ് വേറൊരു സംഭവമുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടോ, ആഡ് ക്യാമറ എന്നുള്ളൊരു സെക്ഷൻ കണ്ടോ, അതിൽ നമ്മളൊരു കറൻറ്റ് ക്യാമറ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ദെൻ അതിൽ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇത് പിന്നാണ്. മീൻസ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ക്യാമറ സീനിൽ എഡിറ്റ് വരുത്തണം. മീൻസ് നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് റെൻഡർ ചെയ്യുമ്പം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സീനിൽ എന്താണോ അത് മാത്രം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ അല്ലാന്നുണ്ട് റൂം തികച്ചും ആക്സസറീസ് വെച്ച് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മുടെ ക്യാമറ സ്ക്രീനിൽ എന്താണോ വരുന്നത് അതുമാത്രം ചെയ്തിട്ട് പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ലോഡ് കുറക്കാനും മറ്റും ഹെൽപ്ഫുള്ളായിരിക്കും. അത് പറഞ്ഞു തരാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഈ റൂമിന് ഓപ്പോസിറ്റ് ഒന്നുമില്ല, കംപ്ലീറ്റ് പ്ലെയിനാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കാര്യം റെൻഡർ ചെയ്യാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ക്യാമറ സീൻ വെച്ച് തരുന്നത് ഇതാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് സീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. എന്നാൽ നമുക്ക് അത് ക്യാമറ നമ്മൾ റെൻഡർ ചെയ്യാൻ പോകുമ്പോൾ ഔട്ടിൽ എങ്ങനെയാണ് എഫക്റ്റ് ആവുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഇവർ തന്നേക്കുന്നത്. മീൻസ് ഇത് മനസ്സിലായോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനൊരു മോഡലൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് വലിയ സ്ക്രീനിൽ നമുക്ക് റാൻഡായിട്ട് കാണാനും പറ്റും. അതേസമയം നമ്മുടെ കറൻറ്റ് ക്യാമറയിൽ കണ്ടോ, മീൻസ് നമുക്ക് ഡ്യുവൽ സ്ക്രീൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമല്ല, അതിൻ്റെ ഒരു യൂസ് കേസ് വരുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സീനിലേക്ക് അത് തിരിച്ചു വരും. പിന്നെ അതിൻ്റെ വേറൊരു യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറൻറ്റ് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആസെറ്റ് റേഷ്യോ കണ്ടോ, നമുക്ക് ഇത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 9:6 ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഇത് പിൻ ചെയ്യുന്നതാണ് നമ്മുടെ സ്ക്രീനിലൊരു മീൻസ് കാണാൻ പറ്റുന്നല്ലോ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പുറകിലുള്ള ഈ ഒരു വലിയ സ്ക്രീന് അതിലേക്ക് അഡാപ്റ്റ് ആവും. കണ്ടോ, ഇത് റെൻഡർ എടുക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സ്ക്രീൻ അതായത് നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റയിലൊക്കെ കറൻറ്റ് ക്യാമറയിൽ വന്നു ഇതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് 4:3 ഇടുക, അല്ലെങ്കിൽ
6:9 ഇടുക, 1:1. ഇതൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു റേഷ്യോ ആണ്. സോ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ആ ഒരു ഓൾറെഡി സെറ്റ് ചെയ്ത സ്ക്രീനിലേക്ക് പോകും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്ക്രീനിൻ്റെ രണ്ട് സൈഡിലും ബ്ലാക്ക് ആയിട്ടാണ് ഉണ്ടാവുക. സോ ഇതൊക്കെ നമുക്ക് റെൻഡർ ചെയ്യുമ്പോഴാണ് കൂടുതൽ യൂസ് ആവുന്നത്. ഫോർ മീ അറ്റ്ലീസ്റ്റ് എനിക്ക് റെൻഡർ ചെയ്യുമ്പോഴാണ് ഇത് യൂസ് ആവുന്നത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കേസ് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ ക്യാമറ വ്യൂയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാനിപ്പോൾ ആഡ് ചെയ്ത ക്യാമറ കേട്ടോ. മീൻസ് അത് നമുക്ക് ആവശ്യമില്ല, അത് ജസ്റ്റ് പറഞ്ഞു വരുന്ന കൂട്ടത്തിലൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൂടാതെ റിഫ്ലക്ഷനും ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യണം. റിഫ്ലക്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പിക്ക് ബട്ടൺ ഉണ്ടല്ലോ, മെറ്റീരിയൽ പിക്കർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഷോർട്ട് കീ ഐ ആണ്. നമുക്കിത് ഓരോ ടൂളിൻ്റെയും മുകളിൽ മൗസ് പോയിൻ്റ് വെച്ച് പോകുമ്പം അതിൻ്റെ ഒരു ഷോർട്ട് കീയും കൂടി നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഇവിടെ ഞാനിപ്പം മെറ്റീരിയൽ പിക്കർ എടുത്തിട്ട് ഈ ഒരു വുഡ് സെലക്ട് ചെയ്തു. ഇതിൽ സ്പെക്കുലർ എന്ന് കണ്ടോ, സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡ് എൻവയോൺമെൻറ്റ് എഫക്റ്റ് ഇൻസ്പെക്ടർ എന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇൻസ്പെക്ടറിലേക്കാണ് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ പോവുക. ഇതിൽ സ്പെക്കുലറാണ് നമ്മുടെ ഒരു റിഫ്ലക്ഷന് എത്രത്തോളം വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. റഫ്നെസ് ഒന്നൊക്കെ കൂട്ടി കൊടുക്കുക. ഇപ്പം മെറ്റാലിക് എന്നുള്ളത് മെറ്റാലിക്കിലേക്ക് പോകും. അതിൻ്റെ കേസ് ഞാനിപ്പോൾ പറഞ്ഞു തരാനാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഈ ഒരു ഹാൻഡ് റെയിലാണ്ടോ, മീൻസ് നമ്മുടെ ഹാൻഡിലാണ്ടോ, ഇത് മോസ്റ്റ്ലി ഒരു മെറ്റാലിക് ഫിനിഷ് കൊടുത്താൽ നന്നായിരിക്കും. മെറ്റലായിരിക്കുമല്ലോ, ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കേണ്ടി വരും. പിന്നെ വരുന്ന റിഫ്ലക്ഷൻ കേസ് ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞു, അത് സ്പെക്കുലർ ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ റഫ്നെസ് ഒന്ന് കൂട്ടി കൊടുക്കുക. കുറച്ചൊന്നും നോട്ടെ, പക്ഷെ അത് കൂടുതലാകുമ്പം വൃത്തികേടായിരിക്കും. സോ നമ്മൾ തിരിച്ച് ക്യാമറയിലേക്ക് വന്നു. പുറത്തു നിന്നും വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഹാങ് ലൈറ്റിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പോയിന്റ് ലൈറ്റ്. നമുക്ക് ലൈറ്റ്സ് അവൈലബിൾ ആയിരിക്കുന്നത് പോയിന്റ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്, റെക്ടാങ്കിൾ ലൈറ്റ്, ഡിസ്ക് ലൈറ്റ് ആണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഷോർട്ട് കീയും സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സ്പോട്ട് ലൈറ്റാണ്. സ്പോട്ട് ലൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരാം, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. സോ ആക്ച്വലി ഇത് IS ലൈറ്റിൽ വർക്ക് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. സോ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ IS എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് 6 IS ലൈറ്റ് ഡിഫോൾട്ടായിട്ട് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത് എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് കാണിച്ചു തരാം. ഇതിലിപ്പം IES ലൈറ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ? നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഞങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് ഓരോ ലൈറ്റിൻ്റെ ഷേപ്പാണ്. ഇത് ഓരോ ലൈറ്റിൻ്റെ ഷേപ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇതാണ് ഈ ഒരു IS ലൈറ്റിൻ്റെത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതും പ്രൊവൈഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഓരോ ലൈറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്പർ ബേസിലാണ് ഡൗൺലോഡ് ചെയ്യുക. അതായത് നമ്മളിപ്പം IS ലൈറ്റിൻ്റെ അടുക്ക ഒന്ന് സെലക്ട് ചെയ്താൽ ഈ ഒരു ഷേപ്പായിരിക്കും വരിക. ഇത് 2ൻ്റെ ഷേപ്പ്, 3ൻ്റെ ഷേപ്പ്, 4ൻ്റെ ഷേപ്പ്, 5ൻ്റെ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ലൈക്ക് ഇതാണ് ഒരു IS ലൈറ്റ്. ഇത് കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. വേൾഡ് വൈഡ് സെയിം സെറ്റപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം പ്രൊസീജിയർ, അല്ലെങ്കിൽ എവിടെ പോയാലും എനിക്ക് ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് ഉണ്ടാവുക IS ലൈറ്റിൻ്റെത്. അപ്പം D5ലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ളത് തന്നെ യൂസ് ചെയ്താൽ മതി. മീൻസ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ നണ്ണ് തന്നെ കൊടുക്കുവാണ്. പിന്നെ ഇതിൽ ചെയ്യാനുള്ളത് ഇൻറ്റൻസിറ്റി വാല്യൂ ആണ്. നമുക്ക് 230 ഒന്നും ആവശ്യമില്ല, ഒരു 50 കൊടുത്താൽ മതിയാവും. പിന്നെയുള്ളത് കോൺ ആംഗിൾ. ആ ലൈറ്റിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവല്ലോ, അതാണ് കോൺ ആംഗിൾ. പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ടോ, ഇതിപ്പോൾ യെലോയിലേക്ക് പോയി. അതെന്ന് വെച്ചാൽ നമ്മളെ എങ്ങോട്ടേക്ക് മീൻസ് ലൈറ്റ് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ടൂളാണ്. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ ലൈറ്റ് ഇങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ ഇങ്ങോട്ടേക്ക് പോകും.
ലൈക്ക് അതൊക്കെ നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ ഒരു വർക്കാകുന്ന സാധനമാണ്. പിന്നെ വരുന്നൊരു ലൈറ്റ് വെയിറ്റ്, അതിന് മുമ്പ് സ്പോട്ട് ലൈറ്റ് തന്നെ ഈ ഒരു ഏത് ലൈറ്റ് കൊടുക്കുമ്പോഴും നമ്മൾ വിസിബിൾ ഇൻ റിഫ്ലക്ഷൻ ഓഫാക്കി കൊടുക്കുക. അത് ഓഫാക്കി കൊടുത്താൽ നമുക്കത് റിഫ്ലക്റ്റ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് റിഫ്ലക്റ്റ് ആകുന്നത്? റെൻഡർ ചെയ്യുന്ന ടൈം നമുക്ക് മിററിലൊക്കെ അതിൻ്റെ ഒരു ഷേപ്പ് വിസിബിളായി കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പം അത് ഈ ഒരു സീനിൽ മിറർ അല്ലെ പ്രോപ്പറായിട്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ക്ലിയറായി നിങ്ങൾക്ക് കാണിച്ചു പറ്റുന്നില്ല. ഞാൻ വേറൊരു സീനിലല്ലേ വേറൊരു അവസരത്തിൽ അതെന്തായാലും കാണിച്ചു തരാം. മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ വിസിബിൾ റിഫ്ലക്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫായി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെൻഡർ ചെയ്യുമ്പം എവിടെയൊക്കെ റിഫ്ലക്റ്റഡ് മെറ്റീരിയൽ ഉണ്ടോ, റിഫ്ലക്ഷൻ എഫക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്പെക്കുലർ എഫക്റ്റ് കൊടുത്തിട്ടുണ്ടോ, അവിടെയൊക്കെ നമുക്ക് ഒരു ലൈറ്റിൻ്റെ ഷേപ്പ് റിഫ്ലക്റ്റ് ചെയ്ത് കാണും. അത് മീൻസ് ഞാനെന്തായാലും അത് സാമ്പിൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ച് തരുന്നതായിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ക്യാമറ സീനിലേക്ക് വന്നു. ഇത് വേണ്ട രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. മീൻസ് നമുക്കിങ്ങനെ സീനിൽ തന്നെ വെച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ പ്രസ് ചെയ്താൽ ടോപ്പ് വ്യൂയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഇവിടെ ഡിസ്പ്ലേയിൽ വന്ന് ഈ ഒരു വയർ ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സീനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ പൊസിഷൻ എവിടെയാണ് നമ്മൾ മൈൻഡിൽ ഓർമ്മിച്ച് വെക്കുക. കണ്ടോ, അവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോൺ ആംഗിൾ ഞാനിപ്പോൾ ഒരു 60 വെക്കുകയാണ്. ടെമ്പറേച്ചർ വാല്യൂ ഒരു 3000 വെക്കുകയാണ്. ഒരു യെല്ലോ ടോണിലേക്ക് വന്നോട്ടെ. പിന്നെ ഇതൊരു 50 ഇൻറ്റൻസിറ്റി വാല്യൂ കുറച്ചിട്ടുണ്ട്. ഒരു വാം ടോണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ടോപ്പ് വ്യൂ വന്നപ്പോൾ ഒരു സെറ്റപ്പ് കണ്ടില്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ F4 ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഷോർട്ട് കീ. കണ്ടോ, നമുക്ക് റെൻഡർ ഔട്ട് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് കാണാൻ പറ്റും. ഇതായിരിക്കും ഇതിൻ്റെ ഒരു റെൻഡർ ഔട്ട് വരിക. F4 പ്രസ് ചെയ്താൽ സ്ക്രീനൊന്ന് റെൻഡറായി കാണും. ഇത് ആക്ച്വലി നമ്മുടെ ഒരു റിയൽ ടൈം റെൻഡർ സ്ക്രീനാണ്. ലൈക്ക് ഒരു 90% അല്ലെങ്കിൽ 99% റെൻഡർ ഔട്ട് നമുക്ക് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും. എന്നാൽ അതേസമയം നിങ്ങൾക്ക് എങ്ങനെയാണ് റെൻഡർ ഔട്ട് ഉണ്ടാവുകയെന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്യാണ്ട് റെൻഡർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടിയിട്ട് സ്ക്രീനിലേക്ക് F4 പ്രസ് ചെയ്താൽ ആ സ്ക്രീനൊന്ന് റെൻഡർ ആവും. ഇതാണ് ഇതിൻ്റെ റെൻഡർ ഔട്ട് വരിക. അത് ഡിസ്പ്ലേയിലാണ് ആ ഓപ്ഷൻ ഉള്ളത്. കണ്ടോ, അക്യുമുലേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. മീൻസ് F4 ആണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ വേറൊരു കേസ്, നമുക്ക് ചിലപ്പം സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC അത്ര പവർ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പം നമുക്ക് ഇവിടെ സ്മൂത്തിലിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 3ds മാക്സിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ റെൻഡർ ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഒന്ന് റെൻഡർ ചെയ്ത് കാണണം. ഇതാ ഈ ഒരു സീൻ എനിക്കൊന്ന് അപ്പോൾ അതിനെന്താ വേണ്ടത്, F4 ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെയും അത് യൂസ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സ്മൂത്തിലിട്ട് ചെയ്യേണ്ട കാര്യമില്ല. മീൻസ് നമുക്കൊരു റിയൽ ടൈം റെൻഡർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഞാനൊക്കെ D5 യൂസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് പ്രിസൈസ് തന്നെ ഇട്ടിട്ട് വർക്ക് ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റം ഇത്രയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഡിസ്പ്ലേയിൽ സ്മൂത്തിലിട്ടിട്ട് നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റിൽ ഫ്ലോലെസ്ലി വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇവിടെയും ഒരു ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പോയിൻ്റ് ലൈറ്റാണ്. പോയിൻ്റ് ലൈറ്റും സ്പോട്ട് ലൈറ്റിൻ്റെ ഒക്കെ ഡിഫറൻസ് മനസ്സിലാക്കി തരാം. വിസിബിൾ റിഫ്ലക്ഷൻ ഓഫ് ചെയ്യുന്നു. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ ഒരു 5 കൊടുക്കുന്നു. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ, ഇതൊരു ഫുൾ റൗണ്ടാണ്. പോയിൻ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മൊത്തമായിട്ട് സ്ക്രീന് മൊത്തമായിട്ട് ആ ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്ത് കിടക്കും. അതേസമയം ഫോക്കസ് ലൈറ്റ് എന്ന് വെച്ചാൽ ആ പോകുന്ന ലൈറ്റിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ഇതാണ് ഫോക്കസ് ലൈറ്റിൻ്റെ
അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റിൻ്റെ യൂസ് കേസ് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു യെല്ലോ ടോണിലേക്ക് തന്നെ കൊണ്ടുപോകാം. 3000 ടെമ്പറേച്ചർ വാല്യൂ കൊടുത്താൽ മതി. അത് വേണമെന്നില്ല അല്ലേ, അത് നമുക്ക് ആ സൈഡ് ഞാനിപ്പോൾ നല്ലൊരു ലൈറ്റ് കൊടുക്കുന്നില്ല. പിന്നെ വരുന്നൊരു ലൈറ്റ് എന്ന് വെച്ചാൽ സ്ട്രിപ്പ് ലൈറ്റാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ഷെൽഫിൻ്റെ ഉള്ളിൽ നമുക്കിത് യൂസ് ചെയ്യണം, അവിടെ ഇപ്പം കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിലേക്ക് മൂവ് ആകുന്നൊരു സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഫ്ലൈയിൽ ഈ ഒരു ഫസ്റ്റത്തെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് നമ്മളെ സ്പീഡാണ്. 34 കൊടുത്താൽ ജസ്റ്റ് ഒന്ന് എസ് പ്രസ് ചെയ്താൽ അത്രയും സ്പീഡിലേക്ക് പുറകിലേക്ക് വരും. അത് 1 കൊടുത്താൽ മെല്ലെ പോകത്തുള്ളൂ. മെല്ലെ കൊടുക്കുന്നതായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഒന്ന് എളുപ്പമായിട്ടുള്ളത്. സോ ഞാനത് ഇത് സ്ട്രിപ്പ് ലൈറ്റാണ്. സ്ട്രിപ്പ് ലൈറ്റ് ഒന്ന് സ്ക്രീനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിസിബിൾ ഇൻ റിഫ്ലക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ കണ്ടോ, നമുക്കിപ്പം ഇവിടെ ഒരു വൈറ്റ് കളർ വല്ലാണ്ട് എടുത്ത് കാണിക്കുന്നുണ്ടോ. ഞാൻ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിൻ്റെ വിസിബിൾ ഇൻ റിഫ്ലക്ഷൻ ഓഫ് ചെയ്യുമ്പം അത് ഓഫായി. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണത്തില്ല. റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് കാണത്തില്ല. അതാണ് ലൈറ്റിൻ്റെ ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ എവിടെയാണോ, പക്ഷെ ലൈറ്റിൻ്റെ ഷേപ്പ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണത്തില്ല. അതാണ് ഈ വിസിബിൾ ഇൻ റിഫ്ലക്ഷൻ്റെ യൂസ് വരുന്നത്. അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഇതൊരു ഷോ ലൈറ്റ് ഷേപ്പാണ്. അത് നമ്മൾ എനേബിൾ ചെയ്താൽ ആ ലൈറ്റിൻ്റെ ഷേപ്പ് അങ്ങനെ തന്നെ എനേബിൾ ചെയ്ത് കാണും. റിഫ്ലക്ഷൻ അല്ല പറയുന്നത്, ലൈറ്റ് എവിടെയാണോ പ്ലേസ് ചെയ്തേക്കുന്നത് അവിടെ ശരിക്ക് കാണാൻ പറ്റും. അത് സംടൈംസ് നമുക്ക് യൂസ്ഫുള്ളാണ്. സോ അത് എവിടെയാണ് നോക്കിയിട്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇത് വാർഡ്രോബിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അത് കോപ്പി ചെയ്തു. മുകളിൽ ഞാനിപ്പോൾ സാധനം വെച്ച് ഫില്ല് ചെയ്തിട്ടില്ല, അപ്പോൾ അവിടെ എന്തായാലും കൊടുക്കണ്ട. പിന്നെ ഇത് ഒറ്റ സീൻ ആയതുകൊണ്ട് തന്നെ അവിടെയും വേറെ വരുന്നില്ല. ഇതിന് നേരെ വേണ്ടത് നേരെ താഴെയാണ്. അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളും ലെങ്ത്തും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. 150 എന്നുള്ളത് 100 കൊടുത്താൽ ആ ലൈറ്റിൻ്റെ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആവും. ഇവിടെ ഞാനിപ്പോൾ ലൈറ്റ് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ റിഫ്ലക്ഷൻ അത്യാവശ്യം ഉണ്ട്, സ്പെക്കുലർ നോട്ടെ. പിന്നെ വരുന്നത് ചെയറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇതൊരു ബ്ലാക്ക് എഫക്റ്റ് ആണുള്ളത്. അപ്പം പിന്നെ നമുക്ക് ഡിഫൈൽ കാര്യമായിട്ട് വരുന്നത് ഒരു മെറ്റീരിയൽ സെക്ഷനാണ്. ഞാൻ പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൽ തന്നെ ഡിഫോൾട്ടായിട്ടുള്ളൊരു മെറ്റീരിയൽ ലൈബ്രറി ഓപ്പൺ ആവും. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഐക്കൺ കണ്ടോ, ഫിൽട്ടർ എന്നുള്ളത്. ഇവിടെ നമുക്ക് ഫ്രീ ഓൺലി, ഫേവറേറ്റ്, ഡൈനാമിക് ഓൺലി, HD എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രീ വേർഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്രീ വേർഷൻ ഒന്ന് എനേബിൾ ചെയ്തെടുക്കാം. പിന്നെയുള്ളത് ഇവിടെ ഫ്രീ ഫാസ്റ്റ് എന്ന്, അത് ഡിഫോൾട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ അത് ഫ്രീ ഫാസ്റ്റ് നമ്മൾ ഓപ്ഷൻ ചെയ്യാം. മീൻസ് നമ്മൾ ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രോയിൽ എന്തൊക്കെ കിട്ടുന്നു എന്ന് കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്രീ മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. സോ ഞാനിപ്പോൾ ഈ ചെയറിന് ഒരു മെറ്റൽ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ലൈബ്രറി ഉണ്ട്. സെറാമിക്, കോൺക്രീറ്റ്, ഫാബ്രിക്, ഗ്ലാസ്, പ്ലാസ്റ്റിക്, സ്റ്റോൺ, മെറ്റൽ. സോ നമുക്ക് മെറ്റൽ പോയിട്ട് ഏതാണ് വേണ്ടത്, അലൂമിനിയം ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഫ്രോസ്റ്റഡ് സിൽവർ കാര്യങ്ങളൊക്കെ ഉണ്ട്, മിറർ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു അലൂമിനിയം അലോയ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ആണൊരു, അത് ഓക്കെയാണ്. പിന്നെ വരുന്നത് ഇതിന് നമുക്കൊരു ഫാബ്രിക് എഫക്റ്റ് കൊടുക്കാം. അതിനായിട്ട് വേണ്ടത് ഫാബ്രിക്കിലേക്ക് വരിക. ദെൻ ഇതിൽ കറക്റ്റ് നമുക്കിവിടെ സെർച്ച് ചെയ്യാം കേട്ടോ. വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഇവർ തന്നെ തരും. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ ഒരു ഇതിൽ നിന്നോട്ടെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഗ്ലാസ് എഫക്റ്റ് ആണ്.
അപ്പോൾ ഇത് നമുക്കൊന്ന് എമിസീവ് ചെയ്ത് കൊടുക്കാൻ ഇല്ല, ഇത് ലൈറ്റായിട്ടല്ല കൊടുത്തേക്കുന്നത്, അപ്പോൾ കിട്ടത്തില്ല. പിന്നെ നമുക്ക് വരുന്ന ഒരു ഡിസ്ക് ലൈറ്റ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ലൈറ്റ്. ഇതിപ്പോൾ ഞാനിപ്പം സീനിലേക്ക് മൊത്തം ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ക് ലൈറ്റ് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അതിൻ്റെ അറ്റൻവേഷൻ റേഡിയസ് ഫുള്ളാക്കി വെക്കുന്നുണ്ട്. അതിന് ടെമ്പറേച്ചർ വാല്യൂ ഒരു 5ലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. തിരിച്ച് ഞാൻ ക്യാമറ സീനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് പോരാ നമുക്ക്. ഓക്കെ, പിന്നെ അതേപോലെ അതൊന്ന് സെൻറ്ററിൽ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ലൈറ്റ് വരുന്നത് റെക്റ്റാങ്കുലർ ലൈറ്റാണ്. അതിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിളാണ്, മറ്റേത് ഡിസ്ക് ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും. അതേ ഉള്ളൂ യൂസ് കേസ്. മീൻസ് നിങ്ങൾക്ക് എവിടെയാണോ ലൈറ്റിൻ്റെ ആവശ്യം വരുന്നത് അവിടെ അങ്ങ് കൊടുക്കുകയെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു സീന് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു വിൻഡോക്ക് പുറത്ത് പ്ലെയിൻ ആയിട്ടാണ് നിലവിലുള്ളത്. അത് നമുക്ക് കുറച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ട് 2 കാര്യം ചെയ്യാം. നമ്മുടെ പ്രസ് ചെയ്തു, ഒരു ലൈബ്രറി ഓപ്പൺ ചെയ്തു, അതിലേക്ക് മോഡലിലേക്ക് വന്നു. ഇതും സെയിം സംഭവം നമ്മൾ ഫ്രീയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം, മീൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നാച്ചുറൽ വന്നു, ഒരു 1-2 ട്രീ പുറത്ത് പ്ലേസ് ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ വി പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആദ്യം വി ഓർമ്മ വേണം. വി ആട്ടോ പ്രസ് ചെയ്തത്. ഇതിപ്പോൾ സ്കെയിൽ മോഡലാണുള്ളത്. നമ്മൾ ഒന്നുകൂടെ വി പ്രസ് ചെയ്താൽ അത് മൂവ് ചെയ്യേണ്ട ഒരു ഓപ്ഷനിലേക്ക് പോകും. തിരിച്ച് ക്യാമറയിലേക്ക് വന്നു, അവിടെ ചെറിയ രീതിയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് പോരാ, ഒന്നുകൂടി ഒന്ന് കോപ്പി ചെയ്ത് ക്യാമറയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എൻവയോൺമെൻറ്റിലേക്ക് വരിക, റൊട്ടേറ്റ് ചെയ്താൽ അതിന് സണ്ണ് നമുക്ക് എനേബിൾ ചെയ്യണം. റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സണ്ണിലേക്ക് വന്നു, എനിക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്നുകിൽ നമുക്ക് ഫോളോ HDR കൊടുക്കാം. HDR കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്കായിരിക്കും ലൈറ്റ് അടിച്ച് കയറുക. പിന്നെ ലൈറ്റ് അടിച്ച് കയറുമ്പോൾ നമ്മൾ ഫോഗിൻ്റെ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒരു ഫോഗി എഫക്റ്റ് നമുക്ക് സ്ക്രീനിലേക്ക് കിട്ടും. സോ അതൊക്കെ നിങ്ങളുടെ മീൻസ് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ? അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആട്ടോ, മീൻസ് വേണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സീന് സെറ്റാക്കാനാണ്. അത് ഇല്ലാന്നാണെങ്കിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ ഇല്ല, നമുക്ക് HDR തന്നെ പോവാം. തിരിച്ച് നമ്മുടെ സീനിലേക്ക് വന്നു, HDR എടുത്തു, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എടുത്ത് നേരെ നമ്മുടെ മിററാകുന്നതാണ്. മീൻസ് ഇതൊക്കെ നമ്മൾ ഓരോ ഓപ്ഷനും ചെയ്ത് പഠിക്കേണ്ട കാര്യം കേട്ടോ. മീൻസ് എത്ര തന്നെ ആയാലും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഞാനിപ്പം ഓരോ ടൂളും നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ടത് ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഫയൽ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബെഡ്റൂമിൻ്റെ ഫയൽ. സോ നിങ്ങൾക്കിത് റെൻഡർ ചെയ്ത് പഠിച്ചെടുക്കാം. പിന്നെയുള്ളത് സ്കൈലൈറ്റ് ഓൺലി, ബാക്ക്ഗ്രൗണ്ട് ഓൺലി എന്നൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് എക്സ്റ്റീരിയർ കേസിലാണ് യൂസ് ആയി വരിക. സോ ഇത് എക്സ്റ്റീരിയറിൻ്റെ ക്ലാസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമുക്ക് കൂടുതലായിട്ടത് കവർ ചെയ്ത് പോവാം. സോ ഇതിൽ ലൈറ്റ് റൊട്ടേറ്റ് ഇതൊക്കെയാണ്.
പിന്നെ വരുന്ന കാര്യം നമുക്ക് ക്യാമറ സീൻ ആഡ് ചെയ്യലാണ്. സോ വേണമെന്നുണ്ടെങ്കിൽ സംടൈംസ് നമുക്കൊരു ഓട്ടോ ലൈറ്റ് ഓഫ് ആക്കിയാൽ സ്ക്രീനിലേക്ക് ആവശ്യത്തിലധികം ലൈറ്റ് നമുക്ക് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നിലവിൽ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സീനിൽ പറഞ്ഞു തരാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ F8 പ്രസ് ചെയ്യുക. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വ്യൂ കണ്ടോ, അത് സ്ക്രീനും ചെരിഞ്ഞെന്നുള്ളത് സ്റ്റഡിയായി നിൽക്കുന്നതാണല്ലോ. ഇതിപ്പോൾ ചെരിഞ്ഞിട്ടാണ് കുറച്ച് സ്റ്റഡിയായി നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ മനസ്സിലാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചെരിയാം. ഇതിപ്പം ഈ ഒരു ലൈൻ കണ്ടോ, ഇത്രയും ചെരിഞ്ഞിട്ടാണുള്ളത്. പക്ഷേ അത് F8 പ്രസ് ചെയ്യുമ്പം അതൊന്ന് സ്റ്റഡിയായി നിൽക്കാൻ ശ്രമിക്കും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ക്യാമറയുടെ കേസിലേക്ക് വരുമ്പം ഞാനിപ്പോൾ നിലവിൽ ഈ ഒരു സീൻ ഇവിടെ ആഡ് ചെയ്തിട്ട് ആഡ് സീന് കൊടുത്തു. അതിനു മുമ്പ് സേവ് ചെയ്തോട്ടെ. Ctrl+S ആണ് ഷോർട്ട് കീ. ഇവിടെ ക്യാമറയിലേക്ക് വരിക. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇതൊന്ന് എനേബിൾ ചെയ്യുക. ഞാൻ സെറ്റ് ടു ഫോക്കസ്, എനിക്ക് ചെയറാണ് ഫോക്കസ് ചെയ്യേണ്ടത് നോക്കുക. ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ അത് കൂട്ടി കൊടുക്കുമ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലറാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അതേസമയം നമുക്ക് ഫോക്കസ് ഇവിടെ മതി എന്നാണെങ്കിൽ ഫോക്കസ് ബാക്ക്ഗ്രൗണ്ടാണ്, നമ്മുടെ മുമ്പിലുള്ള സാധനം ബ്ലറാണ്. കണ്ടോ, എവിടെയാണോ ഫോക്കസ് കൊടുക്കുന്നത് അത് മാത്രം ഡെപ്ത് ഓഫ് ഫീൽഡിലേക്ക് അറേഞ്ച് ആയിക്കോളും. സോ ക്യാമറയുടെ കേസിൽ വരുമ്പം അതാണ് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു സീൻ റെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം F8 പ്രസ് ചെയ്ത് സെറ്റാണ്. അതൊന്ന് ഓഫ് ചെയ്യാൻ ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. പിന്നെ വരുന്നത് ഈ ഒരു വാല്യൂ ആണ്. നമുക്ക് ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ക്യാമറ മുന്നോട്ടും പുറകോട്ടും കൂട്ടാൻ പറ്റും. ഇതിപ്പോൾ 20 കൊടുത്താൽ അത്രയും അടുത്തേക്ക് പോകും, 60 കൊടുത്താൽ പുറകോട്ടേക്ക് വരും. മീൻസ് അത് നിങ്ങൾക്ക് യുക്തി സഹജമായിട്ട്, മീൻസ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു വാല്യൂയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കിയാൽ മതി. അപ്പം ഇങ്ങനെയാണ് T5ൻ്റെ ഒരു ഇൻറ്റീരിയർ ലൈറ്റിംഗ് പ്രോസസ്സ് വരുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റഫ്നെസ് കുറച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ ക്യാമറ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ലൈറ്റിങ്ങും കാര്യങ്ങളും പഠിച്ചു. ലൈറ്റിംഗ് എന്ന് പറയുമ്പം പോയിൻ്റ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്, റെക്ടാങ്കുലർ ലൈറ്റ്, ഡിസ്ക് ലൈറ്റ്, ഇതിനൊക്കെ യൂസ് കേസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ബേസിക് ക്യാമറ മൂവ്മെൻറ്റും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി 3ds Maxൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് D5 തന്നെ ചെയ്യണമെന്നാണെങ്കിൽ എംപ്രസ് ചെയ്ത് മെറ്റീരിയൽ എടുത്താൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലോറിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മാർബിൾ നിന്ന് സെലക്ട് ചെയ്യാണ്. നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർബിൾ ഉണ്ട്. അപ്പോൾ എനിക്കൊരു നല്ലതെന്ന് തോന്നുന്നു ഡൗൺലോഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ ഫ്ലോർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, നമ്മൾ മെറ്റീരിയൽ പിക്കർ എടുത്തിട്ട് ആ ഫ്ലോർ ഒന്ന് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ട്രൈ പ്ലാനർ എന്ന് പറഞ്ഞിട്ടൊരു, മേ ബി എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. പിന്നെയുള്ളത് ഇവിടെയാണ് സ്ട്രെച്ച്. നമുക്ക് ഇവിടെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പോയിന്റിലേക്ക് ഇടുമ്പോൾ അത് അത്രയും അടുത്ത് സൂമായിട്ട് കാണും. അതൊക്കെ നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളും വരുന്നത് നമ്മുടെ ഇതിൽ D5 സ്പെക്കുലർ എന്നുള്ളതാണ് റിഫ്ലക്ഷൻ വാല്യൂ വരുന്നത് കേട്ടോ. കൂട്ടുകയും കുറക്കുകയും ചെയ്യുമ്പോൾ വാല്യൂ ചേഞ്ച് ആവും. സോ ഇത്രയുമാണ് നമ്മുടെ ഇൻറ്റീരിയറിലെ സെക്ഷൻ വരുന്നത്. സോ ഇതിന് ഞാൻ വുഡ് തന്നെയാണ് കൊടുക്കുന്നത്. വുഡ് എന്ന് വെച്ചാൽ വുഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിലും ഉണ്ട്. സോ നമുക്ക് ഇവിടെ മാർബിൾ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതായത് മാർബിളിൽ നിന്ന് നമ്മൾ ലൈബ്രറി സെർച്ച് ചെയ്തിട്ട് വുഡ് ഫ്ലോറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. എന്താണെന്ന് വെച്ചാൽ വുഡ് ഫ്ലോറിങ്ങിൽ നമുക്ക് മാർബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ അവൈലബിൾ അല്ല. അപ്പോൾ ഈ സെർച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് വുഡ് ഫ്ലോറിങ്ങിലേക്ക് വന്നാൽ അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണാൻ പറ്റും.
സി ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസ് കേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് മുമ്പുള്ളത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു വാല്യൂ, റിഫ്ലക്ഷൻ വാല്യൂ ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ ആണ്. സോ ഇത് റെൻഡർ ചെയ്യുന്ന പ്രോസസ്സ് വരുന്നത് നമ്മൾ ഇവിടെ, ഇത് AI പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ഇത് ഇമേജ്, വീഡിയോ, ഇത് ക്യൂ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തു. ഇത് ആക്സെപ്റ്റ് റേഷ്യോ ആണ്. ഇത് നമുക്ക് 6:9, 4:1 മീൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റാക്കാം. ഇവിടെ ഒരു ബോർഡർ വരുന്ന കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാണ്, അതായത് ഇതിനുള്ളിലുള്ളതാണ് നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് ഇത് കാണുന്നത്. ഞാനിപ്പോൾ ഒറിജിനൽ തന്നെയാണ് ഇടുന്നത്. സൈസ് 2K, 4K, 6, 8, 16K വരെ നമുക്ക് ഫ്രീ വേർഷനിൽ തന്നെ റെൻഡർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2Kയിലാണ് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു റേഷ്യോ അത് നമുക്ക് കസ്റ്റമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ട് വാല്യൂ ടൈപ്പ് കൊടുത്താൽ മതി. അതനുസരിച്ചിട്ട് നമ്മുടെ സ്ക്രീനിൽ ചെറുതാവും. ഏതാണോ വേണ്ടത് അത് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. സോ ഞാനിത് ഒറിജിനൽ തന്നെയാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നിക്കൽ നമുക്ക് റെൻഡർ ക്ലിക്ക് ചെയ്ത് റെൻഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആഡ് റെൻഡർ ക്യൂവിലിടാം. ക്യൂവിലിടുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിവിടെ റെൻഡർ ക്യൂ എന്നുണ്ടോ മുകളിൽ, സ്ക്രീനിൻ്റെ മുകളിൽ അത് ഇവിടത്തേക്കാണ് വന്ന് കിടക്കുക. ഞാനിപ്പോൾ ഇതിവിടെ റെൻഡർ എന്നുള്ളത് ആഡ് ടു റെൻഡർ ക്യൂ കൊടുത്തു. അപ്പോൾ അത് നമ്മുടെ നേരെ സ്ക്രീനിൻ്റെ മുകളിൽ ഇവിടെ റെൻഡർ ക്യൂവിൽ വന്ന് കിടപ്പുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിലധികം സീനുകൾ റെൻഡർ ചെയ്യാൻ എന്തായാലും ടൈം എടുക്കുമല്ലോ. സോ ഈ ഒരു സീൻ ഞാനിപ്പോൾ ഇവിടെ 2K സെറ്റ് ചെയ്തു. ഈ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എനേബിൾ ചെയ്യാം കേട്ടോ. അത് പോസ്റ്റ് പ്രൊഡക്ഷന് അതും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കുറച്ച് അഡീഷണൽ സാധനങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ റെൻഡർ ചെയ്യും. ഞാൻ ഇതിൻ്റെത് ഈ ഒരു സീൻ്റെ അതുകൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. റെൻഡർ ചെയ്യുന്നില്ല, റെൻഡർ ക്യൂ. റെൻഡർ എന്ന് വെച്ചാൽ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, അത് റെൻഡർ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ക്യൂ എന്ന് വെച്ചാൽ നമ്മളത് ഫുള്ളൊരു ലിസ്റ്റിലേക്ക് ഇടലാണ്. സോ കാണിച്ചു തരാം, പേടിക്കണ്ട. ദെൻ ഈ ഒരു സാധനം കൂടി നമ്മളിവിടെ ക്യാമറയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ക്യൂവിലേക്ക് ഇടുകയാണ്. പിന്നെ വരുന്നത് ഒരു ടോപ്പ് വ്യൂവിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 80ലേക്ക് ഞാൻ പ്രസ് ചെയ്തു. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇത് ഞാൻ റെൻഡർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ചാനൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് റെൻഡർ ചെയ്യുന്നു നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക്. മീൻസ് ഏത് പാത്തിലേക്കാണ് വേണ്ടത്. ഇവിടെ റെൻഡർ ക്ലിക്ക് ചെയ്ത് നമ്മൾ പാത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് റെൻഡറിങ് പ്രോസസ്സ് സ്റ്റാർട്ടാവും. ഇത് ഞാൻ ഇപ്പോൾ 2K ക്വാളിറ്റിയിലാണ് ഇട്ടിട്ടുള്ളത്. സോ അതൊന്ന് സ്റ്റാർട്ടാകാൻ കുറച്ച് ടൈം എടുക്കും. വെയിറ്റ് ചെയ്യാം. ഇപ്പം സമയം വരുന്നത് എത്ര മിനിറ്റ് കൊണ്ട് റെൻഡർ ആവുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു എസ്റ്റിമേറ്റ് ടൈം പറയുന്നത് 3 മിനിറ്റാണ്. നമുക്ക് നോക്കാം. ഇതിപ്പം 1 മിനിറ്റ് താഴെ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം കൗണ്ട് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് 2K റെൻഡറിങ് വരുന്നതും അതിൻ്റെ ടൈം വരുന്നതും കേട്ടോ.